ഹലോ, വെൽക്കം ഉണ്ട് കേട്ടോ. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ രാവിലെ തള്ളു തുടങ്ങാം. തള്ളുടെയാണ് ഞങ്ങൾക്കിന്ന്. രാവിലെ പുട്ടാണ്. അതായത് എല്ലാ ഞായറാഴ്ചയും പുട്ടുണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞായറാഴ്ച മാത്രമേ പുട്ട് ഓടാൻ പറ്റത്തുള്ളൂ ഇവിടെ, അതുകൊണ്ട് ഞായറാഴ്ച പുട്ട് ഉണ്ടാക്കുകയാണ്. പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചങ്ങ് വെച്ചാൽ മതി. കുറേ നേരം അടച്ചങ്ങ് വെച്ചേക്കാം. വെള്ളം ഉപ്പ് ഇട്ട് ഒഴിച്ചങ്ങ് വെച്ച് കുറേ നേരം അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരം നമുക്ക് നനച്ചാൽ മതി. അതാണ് എളുപ്പം. യൂണിറ്റ് ടെസ്റ്റിൻ്റെ പുട്ടായതുകൊണ്ട് ഇവരാരും ഉറക്കം എണീറ്റിട്ടില്ല. എല്ലാവരും അവിടെ കിടക്കുന്നേ ഉള്ളൂ. എല്ലാവരെയും ഞാൻ നോക്കിയിട്ട് വന്നിട്ട് വീണ്ടും എണീക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ കാര്യത്തിൽ ചെടിയൊക്കെ എടുത്ത് വെച്ച് ഷോർട്സ് ഉണ്ടാക്കാം, അല്ല വീഡിയോ എടുത്തിട്ട് ഷോർട്സ് ഇടാമെന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ പരിപാടികളിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മിക്കവാറും ഇന്നത്തോടു കൂടി എൻ്റെ യൂട്യൂബ് ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് അവസാനിച്ചാനെ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പുട്ട് വെച്ചിട്ട് ബാക്കി തലേന്ന് പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിക്കാൻ, അതൊക്കെ ഒഴിച്ച് പുട്ട് തള്ളി താഴെ വെച്ചു. പക്ഷേ ഇതിലും സ്പീഡിൽ എന്നെ തള്ളി പുറത്താക്കുന്ന സീനാണ് ഇനി വരാൻ പോകുന്നത്. പുട്ട് വെച്ച് ഷോർട്സ് എടുക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൻ്റെ അവിടം വരെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പുട്ട് കരിഞ്ഞു, പാത്രം കരിഞ്ഞ് ഈ അവസ്ഥയിലെത്തി. ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിൽ സംഭവിച്ചതാ, വേറെ ആരും ഇല്ലായിരുന്നു. ആ പുട്ട് ഞാൻ തന്നെ തിന്നാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങോട്ട് ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലോട്ട് കടന്നു. തിന്നാന്നും പറഞ്ഞ് എടുത്തതാ, പക്ഷെ നടന്നില്ല. അത്രയ്ക്ക് കയ്പായിരുന്നു. ഏതാണ്ട് പഴയ ബീഡിക്കുറ്റിയുടെ നാറ്റമായിരുന്നു. പിന്നെ ഞാൻ ചേട്ടൻ കാണാതെ കുക്കർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണാതിരുന്ന എൻ്റെ ഭാഗ്യം. അത് കഴിഞ്ഞ് അത് കളഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ്ങാണ്. ഈ അടുക്കളയുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരടുക്കളയെ പാടുള്ളൂ. ഇത് ഈ അടുക്കളയിട്ട് ഉപയോഗിക്കത്തുമില്ല, ഇത് തുടക്കുകയും വേണം. അതൊരധിക പണി തന്നെ. ഞാൻ എല്ലാവരോടും പറയാറുള്ളത് ഒരടുക്കളയെ വെക്കാവൂ, അവിടെ തന്നെ വർക്ക് ചെയ്യാം, അവിടെ തന്നെ പണിയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ജോലിയില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ അടുക്കളയും വൃത്തിയാക്കി നമ്മളെ സമയം മൊത്തം പോകുന്നത് അങ്ങനെ. ഇന്നും പക്ഷേ ഓടിച്ചിട്ടൊരു ക്ലീനിങ്ങേ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് മോന് രാവിലെ ട്യൂഷന് പോകണം, അതിന് വേണ്ടിയിട്ട് വരുന്ന കരയുവാണ്. ഞായറാഴ്ച പരീക്ഷയായതുകൊണ്ട് ട്യൂഷനുണ്ട്, അതിന് വേണ്ടി പോകാൻ വയ്യാന്നൊക്കെ പറഞ്ഞ് കരയുക. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തി പറയുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. വീഡിയോയിലൊക്കെ കാണും മോനെ നീ കരയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കയറ്റി പറഞ്ഞു വിടുന്നുണ്ട്. നേരത്തെ വിളിക്കാടാന്നൊക്കെ പറഞ്ഞാൽ സോപ്പിട്ടത്. പിന്നെ അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ അടിച്ച് നശിപ്പിച്ചല്ല, അത് പഴകിയിട്ട് നശിച്ചിരിക്കുന്ന ഒരു സൈക്കിളാണ്. പക്ഷേ അതിനെ എന്നും പോസ്റ്റ്മോർട്ടം ചെയ്യല അവൻ്റെ പണി. അതിനെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഇന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തത്തുള്ളൂ. ഇന്ന് പാചകം കുറവാണ്. ആകെ ഇന്നൊരു ദിവസമേ ഉള്ളൂ വീടും പരിസരവും കാണാൻ പറ്റുന്നത്. അത് മൊത്തം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.